ഇന്ന് ഞാനിവിടെ ചെമ്മീൻ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 1 കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ട സാധനങ്ങൾ ഒരു 10ഓ 12ഓ ചുവന്നുള്ളി വേണം, 1 പീസ് ഇഞ്ചി വേണം, ഒരു 6 അല്ലി വെളുത്തുള്ളി വേണം, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ. പിന്നെ ഇതിലേക്ക് വേണ്ടത് നാരങ്ങയുടെ നീരും ഉപ്പുമാണ്. മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ട് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇഞ്ചി, ഈ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനി നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിവിടെ അരച്ചെടുത്ത മസാലയാണ്. ഇനി ഈ മസാല ചെമ്മീനിലേക്ക് മിക്സ് ചെയ്ത് എടുക്കാം. ഇട്ടെടുത്ത് നന്നായിട്ട് ഇത് യോജിപ്പിക്കാം. ഈ മസാല പൊട്ടിയ ചെമ്മീന് ഒരു 15 മിനിറ്റ് വെച്ചിരുന്നിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ചെമ്മീൻ ഫ്രൈ ആണ്. ചട്ടി ചൂടാകുമ്പോഴേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോഴേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ചെമ്മീൻ്റെ കൂട്ടിട്ട് കൊടുക്കാം. നല്ല ചുവട് കട്ടിയുള്ള ഒരു പാൻ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി വെക്കാൻ. ഒരു 3 മിനിറ്റ് പാൻ മൂടി വെച്ച് ഇത് വേവിച്ചെടുക്കാം. 3 മിനിറ്റ് കഴിഞ്ഞ് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം കൂട്ടി വെച്ച് വറ്റിച്ചെടുക്കണം. ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഈ ഒരു പരുവമാകുമ്പോഴേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇളക്കി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡിയായി. ഇതിനി സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ചെമ്മീൻ ഫ്രൈ ഇവിടെ തയ്യാറായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.